കോഴിക്കോട് പാളയത്തെ തീപിടുത്തം അധികൃതരുടെ അനാസ്ഥയെന്ന് ആരോപണം. പരാതിയുമായി വ്യാപാര സംഘടനകൾ. നഗരഹൃദയമായ പാളയത്തുണ്ടായ വൻ തീപിടുത്തത്തിന് പിന്നാലെ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനവുമായി വ്യാപാരി സംഘടനകൾ രംഗത്ത്. തീപിടുത്തം സ്വാഭാവികമല്ലെന്നും അധികൃതരുടെ തുടർച്ചയായ അനാസ്ഥയാണ് വൻ ദുരന്തത്തിന് വഴിവെച്ചതെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സംഘടന. നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയതും തിരക്കേറിയതുമായ പാളയം മാർക്കറ്റിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് വർഷങ്ങളായി വ്യാപാരികൾ പരാതിപ്പെടുന്നുണ്ട്. എന്നാൽ കോർപ്പറേഷനോ ബന്ധപ്പെട്ട വകുപ്പുകളോ ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പ്രധാന ആക്ഷേപം. പഴയ കെട്ടിടങ്ങളിലെ കാലഹരണപ്പെട്ട വയറിങ്ങും അശാസ്ത്രീയമായ വൈദ്യുതി കണക്ഷനുകളും വലിയ അപകട ഭീഷണി ഉയർത്തിയിട്ടും KSEB അധികൃതർ മൗനം പാലിച്ചുവെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. തീപിടുത്തമുണ്ടായ ഉടൻ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചെങ്കിലും സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സേനയ്ക്ക് കാലതാമസം നേരിട്ടു. പാളയത്തെ ഇടുങ്ങിയ റോഡുകളും റോഡിന് ഇരുവശത്തുമുള്ള അനധികൃത പാർക്കിങ്ങും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. നഗരത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരങ്ങളിലെ അപാകതയാണ് ഫയർ എഞ്ചിനുകൾക്ക് വേഗത്തിൽ സ്ഥലത്തെത്താൻ തടസ്സമായതെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. കൂടാതെ മാർക്കറ്റിലെ മാലിന്യ നിക്ഷേപം കൃത്യമായി നീക്കം ചെയ്യാത്തതാണ് തീ പടരാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. പലതവണ പരാതി നൽകിയിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത്. കടകൾ പൂർണ്ണമായും കത്തിനശിച്ച് ചെറുകിട വ്യാപാരികൾക്ക് അടിയന്തര സഹായം നൽകണമെന്നും നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. വെറും ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് കേസ് എഴുതിത്തള്ളാൻ അനുവദിക്കില്ലെന്നും തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.